നല്ല സൂപ്പർ മാങ്ങ. ഏതാ ഇത്? ഗോലക്ക്. ഗോലക്ക് കായ്ച്ചത്. നല്ല മാങ്ങ. അടിപൊളി മാങ്ങണത്. ഉമ്മർചാമ്പ കായ്ച്ചത്. ഉമ്മർചാമ്പാണിത്. 1000 രൂപയ്ക്ക് കായ്ച്ചത്. കാട്ടിമൂന്റെ ബുഷായിട്ടുള്ള തൈകളാണ്. 1500. ഇതിന് തന്നെ 800 വേറുണ്ട് മാങ്ങ കാണിച്ചു തരാം. ഇത് 1500 രൂപ. ഇത് നാംഡോക്കി 1500. ഫ്ലവർ ഇട്ടുള്ള അതൊക്കെ തന്നെ നല്ല ഇതൊക്കെ 1500. വലിയ കുളമ്പാണ് ഇത്. നല്ല മാങ്ങുള്ള കുളമ്പ് 800. ഉഷായത്. അതായത് മാങ്ങ ഒക്കെ പിടിച്ചത് കുറച്ച് ഓവർ മാങ്ങ നിർത്തൂലത്. കാരണം മാങ്ങ ഉണ്ടായി പിന്നെ കൊമ്പ് ഇങ്ങോട്ട് ഇതായി വരും. അതിന് കപ്പാസിറ്റി ഉള്ളു. താങ്കൾ 1500 കാട്ടിമൂൺ വലുത് 800. ചെറിയ പൂവൊക്കെ ഉണ്ട്. കാലാപ്പാടി പൂവിട്ടത് വലുത് 800 രൂപ. കാട്ടിമൂന്റെ ബുഷായിട്ടുള്ള 1500 തൈകളാണ്. 1500. ഇതിന് തന്നെ 800 വേറുണ്ട് മാങ്ങ കാണിച്ചു തരാം. ഇത് 1500. ഇത് 1500 രൂപ. നമുക്ക് വേണമെങ്കിൽ കാണിക്കണ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം. കാണിച്ചല്ലേ കാട്ടിമൂണി. ഏത് നമ്മൾ 800 കാട്ടിമൂൺ ബുഷായ തന്നെ. അതിൽ മാങ്ങ ഉള്ളവർക്ക് മാങ്ങ ഉണ്ട്. മാങ്ങ ഉള്ളതുണ്ട്. അപ്പൊ ചെടി അപ്പൊ കുറച്ച് ബുഷ് കുറവുണ്ട്. അപ്പത്തുണ്ട് ഇങ്ങനെ ബുഷ് ഉണ്ട്. ഞാൻ അതിന്റെ അടിയിൽ വേണമെങ്കിൽ ഇവിടെ കാണിച്ചാൽ അതൊക്കെ ഉണ്ട്. കാട്ടിമൂണ് ഇതൊക്കെ അതിനല്ലേ ഈ പെട്ടതൊക്കെ ഇത് നാംഡോക്കി ഉണ്ട്. ഇത് നാംഡോക്കിയാണ്. 1500 ബുഷായ നാംഡോക്കി 1500 രൂപ. 1500 രൂപ. പിന്നെ ഇത് നാംഡോക്കി 1500 രൂപ. ഇത് 1500 രൂപ. ഇത് നാംഡോക്കി 1500. ഫ്ലവർ ഇട്ടുള്ള അതൊക്കെ തന്നെ നല്ല ഇതൊക്കെ 1500. വലിയ കുളമ്പാണ് ഇത്. നല്ല മാങ്ങുള്ള കുളമ്പ് 800. നമ്മള് അതായത് വലിയ കുളമ്പാണ് മാങ്ങ ഉള്ളത് 800 രൂപ. നമ്മള് എന്താ വെച്ചാൽ വലിയ കുളമ്പ് പൂട്ടിച്ചിട്ട് നമ്മള് കായ് ഏറെ കൂട്ടില്ല. കാഴ്ചക്കുണ്ട്. പിന്നെന്താ വെച്ചാൽ അതൊക്കെ കുളമ്പ് തന്നെയാണ്. ഇവിടെ കുളമ്പ് ഇവിടെ. പിന്നെ നമുക്ക് ഇതിനും വലുത് വരുന്നുണ്ട്. നമുക്ക് 1200 കുളമ്പ്. ചില ടൈമിൽ മാങ്ങ ഉണ്ടാവും ജൽദിമേ. ഇതൊക്കെ നമ്മള് 800 കുളമ്പ്. പിന്നെ കാട്ടിമൂണ അതിന്റെയും വലുത് കണ്ടുനോക്കിയതാ. ഇത് 1500 കുളമ്പ്. 1500 കാട്ടിമൂണ്. ഇത് 1500 കാട്ടിമൂൺ. നമ്മളാ ബുഷായത്. അതായത് മാങ്ങ ഒക്കെ പിടിച്ചത് കുറച്ച് ഓവർ മാങ്ങ നിർത്തൂലത്. കാരണം മാങ്ങ ഉണ്ടായി പിന്നെ കൊമ്പ് ഇങ്ങോട്ട് ഇതായി വരും. അതിന് കപ്പാസിറ്റി ഉള്ളു. താങ്കളുടെ കപ്പാസിറ്റി ഉള്ളു. കാലാപ്പാടി. ഇത് കാലാപ്പാടി. വലിയ കാലാപ്പാടി 800 രൂപ. ശരിയുള്ള നല്ല വലിപ്പമുള്ള കാലാപ്പാടിയാണ്. 800 രൂപ വില. 1500 കാട്ടിമൂണ്. 1500 കാട്ടിമൂൺ. ഇതൊക്കെ ഫ്ലവർ ആയിട്ടുള്ള കാട്ടിമൂൺ 1500 രൂപന്റെ. അഭി കഴിച്ച് ഇന്നലെ 3 വന്നേനു. അതില് നിങ്ങള് വരാൻ വൈകി. അതുകൊണ്ട് 2 വിറ്റ് കഴിഞ്ഞു. ബാക്കിയതാ കായുള്ളത് വലുത് 800. ചെറിയ പൂവൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാം തല ഒന്ന് പ്രൂൺ ചെയ്യണമെന്ന് കരുതുണ്ട്. മേലെ ഒന്നാണ് വിട്ടുകൊടുക്കുക. നല്ല കടവണ്ണം കണ്ടില്ലേ? വലിയ കടവണ്ണം കണ്ടില്ലേ? വലിയ സാധനം 8 രൂപയ്ക്ക്. 8500 രൂപയാണ് ഇത്രയും വലിയൊരു അബ്യുവിന്റെ തൈ. വേറുണ്ട്. നല്ല ബുഷായത് വേണ്ടവർക്ക് ഒക്കെ കാലാപ്പാടി. ഇതൊക്കെ കാലാപ്പാടി. വലിച്ചാൻ വെച്ചാ. കാരണം അത് വെയിറ്റുള്ള സാധനമായിട്ട് വലിക്കാൻ വയ്യ. ഇതൊക്കെ കാലാപ്പാടിയാണ്. ഇതൊക്കെ കാലാപ്പാടി കേട്ടോ. കാലാപ്പാടി പൂട്ടത്. കാലാപ്പാടി പൂവിട്ടത് വലുത് 800 രൂപ. ഇത്രയും വലിപ്പമുള്ളത് 800 രൂപയ്ക്കാണ് അവിടെ കൊടുക്കുന്നത്. വലിക്കാൻ വയ്യ നൗഷാദക്ക്. അതുകൊണ്ടാണ് സാധനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ പൂവിട്ടുള്ള കാലാപ്പാടി കേട്ടോ. ഇത് വേണ്ട 800 രൂപ. വേറെ കാലാപ്പാടി ബെഡ് തന്നെ ഇട്ടത്. അപ്രോച്ച് അല്ല കേട്ടോ. ഈ കാലാപ്പാടി ബെഡാണ്. ഈ അപ്രോച്ച് നമുക്ക് ഉണ്ടാലുണ്ട്. ഈ പ്രാവശ്യം വന്നതൊക്കെ ബെഡാണ്. ഇതിലും ബെഡ് നമുക്ക് ഇതിൽ ഹൈറ്റ് ഇല്ലാതെ വെറും ബുഷായത് അതുകൊണ്ട് 800. പൂവില്ലാത്ത. പിന്നെ നമ്മളടുത്തത് ബുഷായി വരുന്നത് ബെഡ് അല്ലേ? കാലാപ്പാടിയാണ്. ഉമ്മർചാമ്പ കായ്ച്ചത്. അന്നിപ്പോ വലിച്ചെടുക്കാൻ വെച്ചാ ഇങ്ങനെ കാണുക. 1000 രൂപയ്ക്ക് കായ്ച്ചത്. 1200 നിൽക്കുന്നുണ്ട്. കായ്ച്ച ഉമ്മർചാമ്പാണിത്. 1200 1200 രൂപ. ഓഫർ നിലക്ക് 1000 രൂപയ്ക്ക്. ഇവിടെ അത് ഏത് സാധനം നമ്മൾ അങ്ങോട്ട് എത്തുമ്പോ ഈ സാധനം 200 രൂപ. ഇവിടെ നിൽക്കുമ്പോ 1000 രൂപക്ക് ഓഫർ. തിരുവനന്തപുരം ഇപ്പൊ കാസർഗോഡൊക്കെ നമ്മൾ 200 ചെറുപ്പം ഇല്ലാതെ വണ്ടിക്കൂലി ഇല്ലാതെ നമ്മൾ ഡെലിവറി നമുക്ക് കഴിയൂല. കാരണം ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ആൾക്കാർക്ക് സാധനം അപ്പൊ ഓല മോശമാക്കില്ലേനും. അപ്പൊ ഇവിടെ തന്നെ കൊടുക്കാണ്ട് വലിയ ഡിമാൻഡ് എന്ന് വെച്ചാൽ അവർക്കും കൊടുക്കാനുള്ള. അവർക്കും എന്താ വെച്ചാൽ ഇങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വണ്ടിയിൽ ഓരോരുത്തർ ഓർഡർ എടുത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അവർക്കൊരു സൗകര്യം. നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഡ്രൈവർ കൂലിയും നമ്മുടെ വണ്ടിന്റെ അടവ് അടഞ്ഞു പോകണം. അതെ അതെ. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ അതിനുള്ള ചെറിയൊരു എക്സ്പെൻസും കൂടി 200 രൂപ കൂടി. 200 10 പീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ 21 കവറ് 10 പീസാണ്. നമ്മളപ്പോ 2000 കൂട്ടൂല. നമ്മൾ 1000 കൂട്ടുള്ളൂ. 1000 രൂപ കൂട്ടുള്ളൂ. പോകാൻ എടുക്കുമ്പോ അനുസരിച്ച് ചെറിയ. എന്നാലും നമുക്ക് അതില്ലാതെ ഒക്കൂല. വണ്ടി കൂലി നമുക്ക് എണ്ണ പൈസ ഇല്ലാതെ നമുക്ക് ഒക്കൂല. ആ നിലക്ക് ഇവിടുന്ന് കൊണ്ടുപോവാണെങ്കിലാണ് ഈ റേറ്റ് ഫോൺ വിളിച്ച് ഒറ്റടിക്ക് ആ 800 കാലാപ്പാടി ആണല്ലേ ആണ്ട് ആയിക്കോട്ടെ. തിരുവനന്തപുരം എറണാകുളം കൊണ്ടുവരണം. അപ്പൊ നമ്മള് ഒറ്റടിക്ക് നമ്മള് പറയും ഒരു 200 കൂടുന്നറിയും.
അത് മനസ്സിലാവും. കട്ടാക്കും അതിന്റെ രസമില്ല അങ്ങനത്തെ വിളിക്കുന്ന വേണ്ട. അങ്ങനത്തെ നമ്മള് വീഡിയോസ് കണ്ട് ഒന്നുമില്ല ശരിക്കും വീഡിയോസ് പറയണേ. നമ്മളിവിടെ ഈ 800 കൊടുക്കുന്നുണ്ട്, ഒരാൾ 800 കൊടുക്കൂല. ഇവിടെ അത് മാത്രമല്ല 800 പിന്നെ എങ്ങനെ ഓർക്ക് തിരുവനന്തപുരം എങ്ങനെ എത്തൂല. എന്നാ ആ സ്ഥാനത്ത് വേറെ എത്രയും ബാക്കി 99% നല്ല ആൾക്കാരുണ്ട്. ഓല എങ്ങനെ വെച്ചാല് 200 200 കൂടും. അതിന്റെ പുറത്തുനിന്ന് ഒരു കാലാപ്പ എടുത്തതിന് ശരി നമ്മള് 200 അവിടെ വണ്ടി കൂലി തന്നിട്ടുണ്ടാവും. അതിന്റെ പുറത്ത് 100 200 ഡ്രൈവർക്കും ഹെൽപ്പർക്ക് ചായ പൈസ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ നല്ല ആൾക്കാരുണ്ട്. കാരണം അവർക്ക് എഡിലേറെ നമുക്ക് അവർക്കും സന്തോഷം, നമ്മുടെ ഡ്രൈവർക്കും ഹെൽപ്പർക്കും ഓൾക്കും എല്ലാവർക്കും ഏറെ താല്പര്യം ഉണ്ടാവും. ഡോക്ടർമാര് നല്ല നമ്മളെ പ്രത്യേകം നമ്മള് വീഡിയോസ് ആരും എടുത്ത് പറയുന്നില്ല. എല്ലാ ഡോക്ടർമാരും നല്ല നല്ല ആൾക്കാര്. അതേമാതിരി ഇപ്പൊ നമ്മള് കണ്ണൂര് പോകുമ്പോ ചായയും പത്തിരിയും പൊറാട്ടയൊക്കെ സെറ്റപ്പ് ആക്കി ഉണ്ടാക്കുന്നവരുണ്ട്. 1-2 ആൾക്കാരുണ്ടാവും. ഓലെ ചിലപ്പോ വീഡിയോസിൽ കമന്റ് കൂടെ ഉണ്ടാവും. അത് അടുത്ത റേറ്റ് അല്ല ഇവിടെ വരുമ്പോ നമ്മള് കൂട്ടൂലേ. അത് എങ്ങനെയാലും ഡെലിവറി ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ എടുക്കുന്ന റേറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫ്രീ ഡെലിവറി നമ്മൾ പറയും ഇതിന് 1200 പറയും. അങ്ങനെ ഉണ്ട്. 800 കാലാപ്പാടി 1200 പറയും. എത്ര കൂട്ടി 400 കൂട്ടിയില്ലേ. അപ്പൊ 400 രൂപ കൂടും. അങ്ങനത്തെ നമുക്ക് വിളിക്കുന്ന വേണം. അപ്പൊ നമ്മള് ഉദ്ദേശിക്കാണ്ട് ഈ വിളിക്കൂടെ വേണം. ഫ്രീ ഡെലിവറി വിളിക്കുക 20,000 രൂപ മേലെ സാധനത്തോട്ടെ. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും കിട്ടും. നമുക്ക് പറഞ്ഞ ഈ കാലാപ്പടി വിറ്റ് എത്ര കിട്ടുക, ഒരു 75 ഉറുപ്പിക കിട്ടുക. അതായത് ഇവിടെ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ ഡെലിവറി കൊണ്ടുപോകുമ്പോൾ അതിന്റെ ചെറിയൊരു പൈസ വരും. അത് നിങ്ങൾ കൊടുക്കണം. അതാണ് ഇപ്പൊ നൗഷാദ് പ്രത്യേകം പറഞ്ഞത്. കാലാപ്പടി അന്ന് നമ്മൾ വലുത് വിൽക്കുന്നുണ്ട് 800 തന്നെ. നമ്മളിപ്പോ ഒരു പണിക്കാരുണ്ട് വെച്ചാൽ നമ്മൾ വേറെ കൂട്ടിയിട്ടൊന്നുമില്ല. കാരണം പിന്നെ എന്താ വെച്ചാല് ഡെലിവറി കഴിയുമ്പോ കഴിയൂല. ഒരു കാലാപ്പടി എടുത്തുകാണ്ട് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ട് നടക്കൂല, മുതലാവൂല, കഴിയൂല. അത് ശരിയാണ്. പിന്നെ ഫ്രീ ഡെലിവറി എത്തും. ഇതൊക്കെ നമ്മൾ ഹൈവേയിലാ പറയുന്നുണ്ട്. ഹൈവേയിൽ തന്നെയാണ് നമ്മളിപ്പോ 200 കൂട്ടുണ്ട്. പിന്നെ ഒരു പെരീക്ക് എത്തുന്നുണ്ടെങ്കിൽ 10ന്റെ മുകളിൽ സാധനം എടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഫ്രീ ഡെലിവറി ആയിട്ട് കിട്ടുള്ളൂ. 10 ആണെങ്കിലും ശരി നമ്മൾ ഇടുമ്പോൾ അതിൽ 2 ഫ്രീ ഡെലിവറി അപ്പോഴും ഡെലിവറി ഇത് കിട്ടും. അപ്പോഴും ഡെലിവറി നമ്മൾ കൂട്ടുണ്ട് എന്ന പൈസ. കാരണം പിന്നെ ഈ ഹൈവേന്ന് പോലെ പെരീക്ക് പിന്നെയും ചെറിയ പോക്കറ്റിലൂടെ അങ്ങനെ ഉള്ളിൽ അങ്ങനെ പോകണ്ടാവും. ഉള്ളിലേക്ക് പോകുമ്പോ അധികം നമ്മൾ നോക്കി നമ്മളിവിടെ മരങ്ങളേക്കാരം. നമ്മൾ ഈ തിരുവനന്തപുരം കണ്ണൂരൊക്കെ കേബിളും സർവീസ് ചെറിയ അവിടൊക്കെ നമ്മളെ വലിയ മാംഗോസിന് സാധനം ഒക്കെ കൊത്തി വെച്ചുകൊണ്ട് നല്ല സൂപ്പർ മാങ്ങ. ഏതാ ഇത്? ഗോലക്ക് കായ്ച്ചത് നല്ല മാങ്ങ. അടിപൊളി മാങ്ങണത്. നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ ആയിരിക്കും അല്ലെ. നല്ല മാങ്ങ. ഇത് ശരിക്കും 1500 ഒക്കെ ഉണ്ട്. 1500 ഗോളക്ക് വിറ്റിണ്ട്. ഇപ്പൊ ഒരു ഓഫർ നിലക്കൊരു കുറച്ച് പീസ് ഉണ്ട്. വേണ്ടവർക്ക് 1000 രൂപ കൊടുക്കാം. ഓഫർ നിലക്ക് 1000 രൂപ കൊടുക്കും. കാരണം വെച്ചാല് നമ്മൾ കൊണ്ടുവരുന്ന നടത്തുന്ന ഓൻ പറയും ഇങ്ങനെ കൊടുത്താളാന്ന് കണ്ട് ഓൻ തന്നെ നമ്മളെ വീഡിയോസ് കാണാണ് നമ്മൾ തരുന്ന ആള്. ഓൻ പറയും ഒന്നൊരു ഓഫർ ഇട്ടുവാണെങ്കിൽ എന്നിട്ട് അപ്പൊ എന്താ വെച്ചാല് ശരിക്കും 1500 വില. 1200 കൊടുത്തിട്ടുണ്ട്. കുറച്ച് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളില്ല. ഇപ്പൊ 1000-ന് നിങ്ങൾ കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കും ഇവിടുന്ന് ബാങ്ക് ചെലവാകും, ആ തരുന്ന ആൾക്കും ചെലവാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നല്ല റേറ്റ് കുറച്ചിട്ടാണ് നൗഷാദ് വെക്കുന്നത്. വലിയ പ്ലാവാണിത്. നല്ല ബുഷായതാണത്. നമ്മൾ കാണിക്കാം. ഇതേതാ? വിയറ്റ്നാം. ചക്കളൊക്കെ ആൾക്കാരെ കൊണ്ട് ചക്കന്റെ ഇപ്പൊ ഒരു പേടി പറ്റുന്ന ചക്ക എന്താ വെച്ചാല് നിലത്തിങ്ങനെ വെച്ചോളി 2 കുയ്യും ഈ ലെവലിട്ട് കുയ്യിട്ടാല് എന്താ ഒരു 3 മാസം കൊണ്ട് ചക്കാവും. 3 മാസം ചക്കാവും. ചക്ക വേഗം പൊട്ടും. കാരണം മരം മൂത്താണ്. കടവണ്ണ നോക്കണ്ട്. ചിലവല്ല ചെറിയ പിലാവുമ്പോ ചക്ക കാഴ്ച നോക്കിക്കാണ്ട് അതുകൊണ്ട് കാര്യമില്ല. കടവണ്ണം നോക്കി എടുക്കുക. ഇതാ തന്നെയല്ലേ അതൊക്കെ അല്ല ഇത് നമ്മളിത് അത് നമ്മള് ജമ്പർ റോഡ് ആർട്ടിറ്റു കാട്ടിയില്ലേ. അതിന്റെ കടവണ്ണുള്ള താങ്ക്സൂര്യ റെഡ് നല്ല സൂപ്പർ ചക്കയാണ്. വലുത് ഇത് 800 ഉള്ളൂ. ഇത് 800 രൂപ. നല്ല രസമുള്ള മാങ്ങട്ടെ. ഏറ്റവും ടോപ്പ് മാങ്ങ ഇമാവസന്ത്. ഇന്ത്യന്റെ നമ്മളെ ഏറ്റവും ടോപ്പ് മാങ്ങ 800 രൂപ. ഇമാവസന്ത് അതിന്റെ മാവാണത്. അടിപൊളി മാങ്ങ കേട്ടോ. സൂപ്പർ മാങ്ങ.